ശ്രീരാജിലേക്ക് വരാം. ഇപ്പോൾ ആ മർദ്ദനമേറ്റ ഒരു യുവാവ് നമുക്ക് ഒപ്പമുണ്ട്. നിങ്ങളുടെ പേര് എന്തായാലും വെളിപ്പെടുത്തുന്നില്ല. ഇത് അതിക്രൂരമായ രീതിയിലുള്ള മർദ്ദനത്തിനാണ് നിങ്ങൾ ഇരയായത്. എന്തായിരുന്നു സംഭവിച്ചത്? എങ്ങനെയായിരുന്നു അത് ഉണ്ടായത്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് സംസാരിക്കാൻ വയ്യ, എന്നാലും ചുരുക്കാൻ പറഞ്ഞുതരാം. തിരുവോണ ദിവസം നോർമലി സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് വിളിക്കുന്നവരെ വിളിച്ചാണ് അവിടെ ചെന്നത്. എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്ത ആളാണ് ഈ ജയ്സ് എന്ന് പറയുന്ന ആൾ. തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിലേക്ക് ക്ഷണിച്ച് നമ്മൾ നോർമൽ പോകുന്ന പോലെ അവിടെ പോയി ചെന്നപ്പോൾ അവിടെ വീട്ടിൽ പ്രത്യേകിച്ച് ആരുമില്ല. വിളിച്ചപ്പോൾ പറഞ്ഞൊരു അന്തരീക്ഷമല്ല. അവിടെ ചെന്നപ്പോഴത്തേന് ജയ്സിന് ലക്ഷ്മി മാത്രമേ ഉള്ളൂ. സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നോർമലി ഞങ്ങൾ മൂന്നുപേരോട് സംസാരിച്ചുകൊണ്ടിരുന്നിടയ്ക്ക് പെട്ടെന്ന് പെപ്പർ സ്പ്രേയും വേറെന്തോ കൂട്ടി എൻ്റെ മുഖത്തടിച്ച് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തോ ഒരു തലകറക്കം പോലെ ഉണ്ട്. ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് രണ്ടുപേരുടെ കൈ കെട്ടി കയറെ കെട്ടി തൂക്കി നിർത്തിക്കൊണ്ട് എൻ്റെ ബാക്കി എന്താ പറയണ്ടേ, കമ്പിവടി എന്തൊക്കെയോ സാധനങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കണ്ണിലെ പെപ്പർ സ്പ്രേ അടിച്ച് എൻ്റെ ഷോക്കിൽ നിന്ന് എനിക്ക് കുറേ നേരം മർദ്ദിച്ചതിന് ശേഷമാണ് എനിക്ക് ബോധം വരുന്നത് തന്നെ. എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന മാക്സിമം ഒരു മനുഷ്യനെ ചെയ്യാവുന്ന എല്ലാ ക്രൂരതകളും ആയിട്ട് ചെയ്ത് അങ്ങേയറ്റം ചെയ്തിട്ട് പുതുമണ്ണെന്ന് എന്ന് പറയുന്നൊരു പാലത്തിനോടെ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടുപേരുടെ. ഇവരെ നിങ്ങൾക്ക് ജോലി സ്ഥലത്താണ് പരിചയമല്ലേ? എൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ജയേഷ്. എൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഓണത്തിന് നിങ്ങളെ ക്ഷണിച്ചതിൽ പ്രകാരമാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്? അതെ തീർച്ചയായിട്ടും. ഓണത്തിന് ക്ഷണിച്ചതിന്റെ പ്രകാരമാണ് അങ്ങോട്ട് പോയത്. ഓക്കെ, ശരി. വളരെ നന്ദി അവസരത്തിൽ പ്രതികരിച്ചതിന്. ആ മർദ്ദനമേറ്റ യുവാവാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അവരെ ഓണത്തിന് അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു ജയേഷും ഭാര്യയും. അവിടെ വെച്ച് പെപ്പർ സ്പ്രേ മുഖത്തടിക്കുകയായിരുന്നു. അതിനുശേഷമായിരുന്നു ഈ അതിക്രമങ്ങളെല്ലാം ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് മലയാളത്തോട് പ്രതികരിക്കുകയായിരുന്നു ആ മർദ്ദനമേറ്റ യുവാവ്.